ഹായ് ഫ്രണ്ട്സ്, നേച്ചർ ട്രാവലറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഈ യാത്ര നമ്മൾ പോകുന്നത് കാന്തല്ലൂരിലേക്കാണ്. കാന്തല്ലൂർ എല്ലാവർക്കും അറിയാം, ചോലവനങ്ങളും പഴത്തിൻ്റെയും പച്ചക്കറികളെല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന ഫാമുകളും കാടും ഒക്കെ അതിലിടുന്ന ഒരു സ്ഥലമാണ് കാന്തല്ലൂർ. ആ കാന്തല്ലൂരിൻ്റെ ഏറ്റവും അറ്റത്ത് ഒരു റിസോർട്ടുണ്ട്. ഷോല ഹെവൻ എന്നാണ് റിസോർട്ടിൻ്റെ പേര്. അതായത് നമ്മുടെ ആനമുടി ഷോലയുടെ ബൗണ്ടറിയിലാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. കുറേ നാളായിട്ട് മനസ്സിലുള്ളൊരാഗ്രഹമായിരുന്നു ഒരു ദിവസം അവിടെ പോയി താമസിക്കണം എന്നുള്ളത്. അപ്പോൾ ഇന്ന് ആ ആഗ്രഹം നിറവേറ്റാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ കാന്തല്ലൂരിലെ ഷോല ഹെവനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാർ ഭാഗത്തേക്ക് പോകുന്ന ആളുകളിൽ ഒട്ടുമിക്ക ആളുകളും വണ്ടി നിർത്തുന്ന രണ്ട് സ്ഥലമാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം, പിന്നെ വാളറ വെള്ളച്ചാട്ടം. ഇപ്പം മഴയൊക്കെ മാറി നിൽക്കുന്ന സമയമായതുകൊണ്ട് വെള്ളച്ചാട്ടത്തിലൊക്കെ വെള്ളം വളരെ കുറവാണ്. ചീയപ്പാറയിൽ തീരെ വെള്ളമില്ല. ഇതിപ്പോൾ ഈ കാണുന്നത് വാളറ വെള്ളച്ചാട്ടമാണ്. ഇവിടെ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. റോഡിൽ നിന്ന് തന്നെ നല്ല ഫുൾ വ്യൂ കിട്ടുന്ന ഒരു വെള്ളച്ചാട്ടമാണ് വാളറ വെള്ളച്ചാട്ടം. മൂന്നാറിലേക്ക് പോകുമ്പോൾ ഒരുപാട് വ്യൂ പോയിന്റുകളുണ്ട്. അതിലൊന്നാണ് ഈ കാണുന്നത് 2 മൈൽ വ്യൂ പോയിന്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇവിടുത്തെ ഭംഗി ഒരു രക്ഷയില്ല. മൂന്നാർ ഒരു സംഭവം തന്നെയാണ്. കാഴ്ചകളുടെ കാര്യത്തിൽ എവിടെ നോക്കിയാലും നല്ല വ്യൂസാണ്. പക്ഷേ സമയം ഇപ്പോൾ ഏകദേശം 9:30-10 മണി ആയിട്ടുള്ളൂ എങ്കിലും നല്ല ചൂടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് മൂന്നാറിൽ നിന്നും മറയൂർ കാന്തല്ലൂരിലേക്കുള്ള റോഡിലാണ്. മൂന്നാറിൽ ഞങ്ങൾ ഇറങ്ങിയില്ല സത്യം പറഞ്ഞാൽ, കാരണം നല്ല ചൂടായിരുന്നു. അപ്പോൾ വെതർ കാസ്റ്റിൽ കാന്തല്ലൂർ മറയൂർ ഭാഗത്ത് ഉച്ചകഴിഞ്ഞ് മഴ പെയ്യുന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മൂന്നാർ അധികം സമയം കളയാതെ നേരെ ഞങ്ങൾ മറയൂർക്ക് പോകാനായിട്ടുള്ള പ്ലാനിലാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ദൂരം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് അറ്റത്തേക്ക് നോക്കിയാൽ കാണാം, അവിടെ നിന്ന് ഇങ്ങനെ കോടമഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. അതേസമയം തന്നെ മൂന്നാർ ടൗണിലേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നാർ ടൗണിൻ്റെ ഭാഗത്തേക്ക് നല്ല തെളിഞ്ഞ ഒരു അന്തരീക്ഷമാണ്. ഞാനിപ്പോൾ അതിൻ്റെ ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു വീഡിയോ ഞാനിപ്പോൾ കാണിച്ചു തരാം. ആ 2 ഭാഗവും നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇതിൽ കാണാൻ പറ്റും. കണ്ടോ? ഇപ്പോൾ നമ്മൾ കാന്തല്ലൂർ മറയൂർ ഭാഗത്തേക്ക് നോക്കിയെന്നുണ്ടെങ്കിൽ അവിടെ നല്ല കോടമഞ്ഞ് ഇങ്ങനെ പുതച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ നമ്മൾ മൂന്നാർ ടൗൺ ഭാഗത്തേക്ക് നോക്കിയെന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള സ്കൈ ആണ്, നല്ല നീല ആകാശമാണ്. നിങ്ങൾക്കിപ്പോൾ ആ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് ഇത് കാണാൻ പറ്റും. ഇതാണ് ലക്കം വാട്ടർഫോൾസ്. ലക്കം വാട്ടർഫോൾസിൻ്റെ എൻട്രിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ലക്കം വാട്ടർഫോൾസിലേക്ക് മൂന്നാറിൽ നിന്ന് ഏകദേശം 24 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ ചെറിയൊരു ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ട്. അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് ഉള്ളിലേക്ക് കയറാനായിട്ട്. ഇതാണ് ലക്കം വാട്ടർഫോൾസ്. ഒരു നല്ല ഒരു വെള്ളച്ചാട്ടമാണിത്. ഈ സമയത്ത് എല്ലാ പ്രായത്തിലുള്ളവർക്കും സേഫായിട്ട് ഇവിടെ ഇറങ്ങാൻ പറ്റുന്നൊരു വെള്ളച്ചാട്ടമാണ്. മഴക്കാലത്ത് ഇവിടെ ഇറങ്ങുന്നത് റിസ്ക്കാണ്, കാരണം നല്ല വെള്ളവും നല്ല ഒഴുക്കും ഉണ്ടാവും. നമ്മുടെ നാട്ടിലാണെങ്കിലും ഇവിടെ കൂടുതലും നോർത്ത് ഇന്ത്യൻസും തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരെയാണ് കൂടുതൽ നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഇവിടെ ഫോറസ്റ്റിൻ്റെ ഒരു ലോഗ് ഹൗസൊക്കെ ഉണ്ട്. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ തന്നെ താമസിക്കാനുള്ള സൗകര്യവും ഫോറസ്റ്റ് ചെയ്തു തരുന്നതാണ്. മൂന്നാറിൽ നിന്നും കാന്തല്ലൂരിലേക്കുള്ള റൂട്ടിൽ നല്ല ഭംഗിയുള്ള തേയിലത്തോട്ടങ്ങളാണ് 2 സൈഡും കാണാൻ കഴിയുക. ഗുണ്ടുമല, തലയാറ്, പിന്നെ കണ്ണൻദേവൻ്റെ എസ്റ്റേറ്റുകൾ തുടങ്ങിയിട്ടുള്ള തേയിലത്തോട്ടങ്ങളാണ് 2 സൈഡിലും നമുക്ക് കാണാൻ കഴിയുന്നത്.
നമ്മളിപ്പോൾ മറയൂരിലേക്കുള്ള യാത്രയിലാണ്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, അതായത് ഉച്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന്. നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോയി തുടങ്ങിയപ്പോൾ മഴ ചാരി തുടങ്ങിയിട്ടുണ്ട്. മൂന്നാറിൽ നിന്ന് 40 കിലോമീറ്ററാണ് മറയൂർക്കുള്ളത്. മറയൂരിൽ നിന്നും വീണ്ടും 14 കിലോമീറ്റർ സഞ്ചരിച്ചാലാണ് നമുക്ക് കാന്തല്ലൂർ എത്താൻ പറ്റുക. ഇപ്പോൾ അത്യാവശ്യം തണുപ്പൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. കാലാവസ്ഥ പ്രവചിച്ചവർ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നല്ല മഴയും നമ്മൾക്ക് മറയൂർ ഭാഗത്തേക്ക് നല്ല കോടമഞ്ഞൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മറയൂരിലെ പ്രശസ്തമായ ചന്ദനക്കാടുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് മറയൂരിലെ ചന്ദനക്കാടുകൾ. ഈ കാണുന്ന മരങ്ങളൊക്കെ ചന്ദനമരങ്ങളാണ്. മറയൂരിലെ ചന്ദനക്കാടുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രകൃതിദത്തമായ ചന്ദനക്കാടാണ് മറയൂരിലുള്ളത്. ഏറ്റവും ഉയർന്ന ഗുണമേന്മയുള്ള ചന്ദനമരങ്ങളാണ് ഇവിടെ ഉള്ളത്. ഏകദേശം 65,000-ന് മുകളിൽ ചന്ദനമരങ്ങൾ മറയൂർ ഭാഗത്തുണ്ട് എന്നാണ് കണക്ക്. നല്ല രീതിയിൽ ഇപ്പോൾ ഈ ചന്ദനക്കാടുകൾ സർക്കാർ സംരക്ഷിക്കുന്നുണ്ട്. പണ്ടൊക്കെ ഇടയ്ക്ക് ചന്ദനമരം മുറിച്ചു കടത്തി എന്ന വാർത്തയൊക്കെ നമ്മൾ കേട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും കേൾക്കാറില്ല. ഇതാണ് അവസ്ഥ മറയൂര്. ഉച്ചയ്ക്ക് 1 മണിയാണ് സമയം. നല്ല കോടമഞ്ഞാണ് ഇപ്പോൾ കാണാൻ നിങ്ങൾക്ക്. ഹായ്, ഞാനിപ്പോൾ ഷോല ഹെവൻ റിസോർട്ടിലുള്ളത് കാന്തല്ലൂരാണ്. അപ്പോൾ നമ്മൾ വന്ന വഴി കുറേ സ്ഥലങ്ങളൊക്കെ കാണാനായിരുന്നു. അതൊക്കെ കാണാൻ പറ്റുന്നുള്ള പ്രതീക്ഷയിലാണ് വന്നത്. പക്ഷേ ഇവിടെ ഭയങ്കര കോടമഞ്ഞാണ്, ചെറിയ മഴയൊക്കെ ഉണ്ട്. ഇവിടെ മൊത്തം ഇരുണ്ട് കെട്ടി നിൽക്കുകയാണ്. നമുക്കൊന്നും കാണാൻ പറ്റില്ല. ഇവിടെ കുറേ ഫാമുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും കാണാൻ പറ്റാതെ ഇവിടെ മൊത്തം കോടയാണ്. അപ്പോൾ അതന്നെ റൂമിലേക്ക് ഒന്ന് റൂം എടുത്തേക്കാണ്. ഇനിയിപ്പോൾ കോടയൊന്ന് മറിഞ്ഞിട്ട് വേണം നമുക്ക് പുറത്തേക്ക് ഇറങ്ങി കാഴ്ചകളൊക്കെ ഒന്ന് കാണാനായിട്ട്. അപ്പം ഇനിയിപ്പോൾ ഈ ഒരു അവസ്ഥ ആയതുകൊണ്ട് കുട കുറയാനായിട്ട് ചാൻസ് വളരെ കുറവാണ്. ഞാൻ എൻ്റെ ചുറ്റുപാടൊക്കെ ഒന്ന് കാണിച്ചു തരാം. നമ്മൾ മുതിർന്നവർക്ക് കാടും മലയും കോടമഞ്ഞും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷേ പിള്ളേർക്ക്, ചെറിയ കുട്ടികൾക്കൊക്കെ ഒന്നും അങ്ങനെ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഫാമിലി ആയിട്ട് ഇവിടെ വന്നാലും കുട്ടികൾക്കൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയ പാർക്കൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ റെസ്റ്റോറൻറ്റ് ഫെസിലിറ്റിയും ഒക്കെ ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മൾ താമസിക്കുന്ന റിസോർട്ട്, ഷോല ഹെവൻ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പാർക്ക്. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരിവിടെ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരവരുടേതായ ലോകത്ത് അവരും ഇവിടെ സന്തോഷമായിട്ടിരുന്നോളും. ഷോല ഹെവൻ റിസോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാന്തല്ലൂരിൻ്റെ അങ്ങേ അറ്റത്താണ്. കാന്തല്ലൂരിൽ നിന്ന് 2 കിലോമീറ്റർ കൂടി ഉണ്ട്. ഈ ഷോല ഹെവൻ റിസോർട്ടിൻ്റെ അവിടെ വെച്ച് വഴി അവസാനിക്കും. പിന്നെ അങ്ങോട്ടേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. അതിലെ വഴിയുണ്ട്, കുണ്ടള ഡാമിൻ്റെ അങ്ങോട്ടേക്ക് പോകാനായിട്ട് വഴിയുണ്ട്. പക്ഷേ അത് ഫോറസ്റ്റിൻ്റെ പെർമിഷൻ ഉണ്ടെങ്കിലേ പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവിടെ മത്താപ്പ് എന്ന് പറഞ്ഞിട്ട് ലോഗ് ഹൗസ് ഉണ്ട്, അവിടെ ബുക്കിംഗ് എടുക്കണം. അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ മന്നവൻ ഷോലയുടെ തൊട്ടരികിലായിട്ടാണ് ഈ കാണുന്ന റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആ കാണുന്ന ഭാഗം, പുറകിൽ നിങ്ങൾ ആ കാണുന്ന ഭാഗമല്ല, മന്നവൻ ഷോലയുടെ ഭാഗമാണ്. അവിടെ മൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. പക്ഷെ അവിടെ ഇങ്ങനെ കാന്തല്ലൂർ ഭാഗത്തേക്ക് അങ്ങനെ അധികം പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഈ കോടമഞ്ഞൊക്കെ മാറിയെന്നുണ്ടെങ്കിൽ നമുക്ക് കാന്തല്ലൂരിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. ഫുൾ കോടമഞ്ഞാണ്, ഒന്നും കാണാൻ പറ്റുന്നില്ല. നല്ല തണുപ്പുണ്ട്. ഇപ്പൊ രാത്രി ആകുമ്പോഴേക്കും നല്ല തണുപ്പാവും. ഇപ്പൊ തന്നെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. കുറച്ച് കഴിയുമ്പോൾ മഴയൊക്കെ ഒന്ന് ഒതുങ്ങിക്കഴിഞ്ഞാൽ പുറത്തു പോയി ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കാണാമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്.
അങ്ങനെ രാത്രി ആയിരിക്കുകയാണ്. ഇന്ന് വേറെ കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. നമ്മൾ ഇത്ര നേരം കണ്ട കോടമഞ്ഞിൽ മുങ്ങി നിൽക്കുന്ന കാന്തല്ലൂരിൻ്റെ യഥാർത്ഥ ഭംഗി അല്ലെങ്കിൽ യഥാർത്ഥ കാഴ്ച എന്താണെന്ന് ഞാൻ അടുത്ത ദിവസം രാവിലെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനായി എല്ലാവരും അടുത്ത എപ്പിസോഡ് വരെ ദയവായി കാത്തിരിക്കുക. അടുത്ത എപ്പിസോഡുമായി ഞാൻ വരുന്നത് വരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.